ഒരു വാടക വീട് തരപ്പെടുത്തി തരാൻ പറ്റുമോ? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാ. വീട് എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെയാ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ ഒന്ന് ചോദിച്ചു നോക്കാവോ? നീ എന്തിനാ ഇങ്ങനെ സ്വയം നീറിയിരിക്കുന്നേ? നിന്റെ ഉള്ളിലെ വിഷമം എന്താന്ന് വെച്ചാൽ എന്നോട് പറയടാ. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചു തന്നതാ. ചിന്നുവാണ് ആ കത്ത് എഴുതിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അത് ചെയ്യില്ല. ചിന്നു ഒരിക്കലും കള്ളം പറയില്ല അച്ഛാ. അതുമല്ല, അവൾ അങ്ങനെ ഒരു കത്ത് എഴുതുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് എനിക്കും അറിയാം. പക്ഷേ ആ കത്ത് എഴുതിയത് ചിന്നു അല്ലെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അത് തെളിയിക്കാൻ കഴിയാത്തോണ്ടാ എല്ലാരും സംസാരിച്ചപ്പോഴും എനിക്ക് അവിടെ മിണ്ടാതെ നിൽക്കേണ്ടി വന്നത്. എന്റെ നിശബ്ദത എന്റെ നിസ്സഹായതയായിരുന്നു. മുമ്പ് രമയുടെ മുന്നിൽ ഞാനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടാ ഗസ്റ്റ് ലെക്ചറായിട്ട് നിന്നെ ജോലിക്ക് പോകാൻ അനുവദിച്ചത്. പക്ഷെ മഹി, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. രമ പറഞ്ഞത് സത്യമാണോ? ചിന്നുവിന് വേണ്ടിയാണോ നീ ആ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പോയത്? അമ്മയുടെ ആഗ്രഹപ്രകാരം ദക്ഷ ഞാൻ ഭാര്യയെ സ്വീകരിച്ചോളാം. എടാ, ഞാൻ ചോദിച്ചിരുന്നു, നീ ഉത്തരം പറ. അല്ലെങ്കിൽ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് നീ അതിനെ എതിർത്തില്ല? അപ്പൊ നീ മറുപടി ഒന്നും പറയാതെ മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാ? മഹി, നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. അത് നീ എന്നിൽ നിന്ന് ഒളിക്കുക. മോനെ, ഞാൻ നിനക്ക് അച്ഛൻ മാത്രമല്ല, നിനക്ക് നല്ലൊരു സുഹൃത്തു കൂടിയാ. എന്നോട് എന്റെ മോൻ എന്തു വേണമെങ്കിലും പറയാം. എടാ, ഈ മനസ്സിലെ ഭാരവും വിഷമവും എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയടാ. എന്നാലല്ലേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. മനസ്സിലായി. ഇപ്പൊ നീ ഒന്നും പറയണ്ട. പക്ഷേ കൊട്ടാരത്തിലെ വൈദേഹി തമ്പുരാട്ടി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ചിന്നുവിനെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഇനി മുതൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അനാഥയാക്കാൻ പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. അവർക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കണം. ചിന്നുവിന്റെ പഠിത്തം ഒരു കാരണവശാലും മുടങ്ങാൻ ഇടവരരുത്. അവളെ പഠിപ്പിക്കണം. സമയം കളയാതെ വേഗം ചെല്ലങ്ങോട്ട്. ആരാ ഇത്? ചിന്നു അല്ലേ? അമ്മയും കൂട്ടി ഇത് എങ്ങോട്ടാ? ഞങ്ങൾ ഈ നാട്ടില് 1-2 ദിവസത്തേക്ക് നിൽക്കാൻ പറ്റിയ ഒരു വാടക വീട് അന്വേഷിച്ച് നടക്കുവാ. ഞാനിപ്പോ LLBക്ക് പഠിക്കുവല്ലേ. നാളെ മുതൽ പരീക്ഷയാ. രമാനിലയത്തിൽ നിന്ന് പഠിച്ചാ ശരിയാവില്ല. ജോലിയും പഠിത്തവും എല്ലാം കൂടി ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു 2 ദിവസത്തേക്ക് ഒരു വാടക വീട് തരപ്പെടുത്തി തരാൻ പറ്റുമോ? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്.
വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാ. വീട് എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെയാ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ ഒന്ന് ചോദിച്ചു നോക്കാവോ? ഞങ്ങൾക്ക് ഒരു 2 ദിവസത്തേക്ക് മതി. അതൊക്കെ നമുക്ക് സംസാരിച്ചു നോക്കാം. അയാളുടെ നിബന്ധനയൊക്കെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. വീട് തരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. 20,000 രൂപ ആദ്യം അഡ്വാൻസ് കൊടുക്കണം. അയ്യോ, ഞങ്ങൾക്ക് തൽക്കാലം 2 ദിവസത്തേക്ക് മതി. അത് കഴിഞ്ഞെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞു. 2 ദിവസത്തേക്കാണെങ്കിലും 1 മാസത്തേക്കാണെങ്കിലും 2 മാസത്തെ വാടക കൊടുത്തേ പറ്റൂ. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ കാശ് കൊടുത്താ അയാൾ താക്കോലുമായിട്ട് ഇപ്പൊ വരും. ചേട്ടാ, ഇത്രയും പണം ഒപ്പിച്ചു തരാനുള്ള വക ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. കയ്യിലുള്ളത് ചെറിയൊരു തുക മാത്രോ. അതുകൊണ്ടത് വിട്ടേക്ക്. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പോവാ. നമ്മൾ തളർന്നു പോകരുത്. ഇതിലും വലിയ പ്രതിസന്ധികള് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകാതിരിക്കില്ല. എവിടെയെങ്കിലും ചെറിയൊരു റൂം കാണാതിരിക്കില്ലല്ലോ. അമ്മ വാ, നമുക്ക് നോക്കാം. ചന്ദ്രലേഖ, ചിന്നും സീതയും പോയതിൽ എനിക്കും സങ്കടമുണ്ട്. ദേ, എല്ലാത്തിനും മഹി ഒരു പരിഹാരം ഉണ്ടാക്കും. അവൻ അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് ഉറപ്പാ. മഹി കൂട്ടിക്കൊണ്ടുവരുമായിരിക്കും. മഹി വിളിച്ച് ചിന്നു വന്നാൽ തന്നെ മഹിയോട് പഴയതുപോലെ പെരുമാറാൻ ചിന്നുന് പറ്റുമോ? മഹിയോട് ചിന്നുന്റെ ഉള്ളിൽ കടുത്ത ദേഷ്യവും പിണക്കവും ആയിരിക്കും. ആ കുട്ടി അനുഭവിച്ച വേദനകൾ അത്രമാത്രമല്ലേ? ഏയ്, അത്തരം ചെറുപിണക്കങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നോളൊന്നുമല്ല നമ്മുടെ ചിന്നു. അവളൊരു പഞ്ചപാവ. മഹി ചെന്ന് സ്നേഹത്തോട് 2 വാക്ക് സംസാരിച്ചാൽ തീരാവുന്ന പിണക്കമേ അവൾക്കുള്ളൂ. ഇതൊക്കെ വെറും ചെറു പിണക്കങ്ങളായി തോന്നാം. കാരണം ആണുങ്ങൾക്ക് പലപ്പോഴും സ്ത്രീകളുടെ മനസ്സിന്റെ ആഴം മനസ്സിലാകില്ല.